എന്തായാലും തൃശ്ശൂർ പൂരത്തിൻ്റെ പോലെ തന്നെ തൃശ്ശൂരിലെ പുലിക്കളിയും തൃശ്ശൂരുകാരുടെ മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തം ആഘോഷമായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുലികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സംഘങ്ങളായി ഇങ്ങനെ റൗണ്ട് കീഴടക്കി ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം നിശ്ചല ദൃശ്യങ്ങൾ, ആളുകൾ കാഴ്ചകളൊക്കെ കണ്ട് ആവേശത്തോടെ ആഹ്ലാദത്തോടെ പുലികളെ കൈയടിച്ചും ആർപ്പുവിളിച്ചും താളം വിട്ടുമൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. പുലികളും ഇടയ്ക്കിടയ്ക്ക് മേളത്തിന് കുറച്ച് വേഗം കൂടും, അതിനനുസരിച്ച് അവരുടെ ചൂടുകൾക്കും വേഗം കൂടും, പിന്നീട് വീണ്ടും ഒരു റിലാക്സേഷൻ മോഡിലേക്ക് വരും, വീണ്ടും വേഗം കൂടും. അങ്ങനെ ഇടവിട്ട് ഒരു താളത്തിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുലിക്കളി. രാഗിൻ, ഏത് സംഘമാണ് ഇപ്പോൾ രാഗിന് മുന്നിൽ? എല്ലാ സംഘങ്ങളും 9 സംഘങ്ങളും റൗണ്ടിലേക്ക് പ്രവേശിച്ചോ? ചക്കാമുക്ക സംഘമാണ് ഈ പുലികളിയുമായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ സംഘങ്ങളും ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർ നഗരം വലിയ ആവേശത്തിരയിലായി കഴിഞ്ഞിരിക്കുകയാണ്. 9 സംഘങ്ങൾ, 450-ലധികം പുലിക്കൂട്ടങ്ങൾ. ഈ പുലിക്കൂട്ടങ്ങളൊക്കെ തന്നെ ഈ നഗരഹൃദയത്തിലേക്ക് എത്തുകയും ചുവടുകൾ വെച്ച് അവർ താളത്തിലൊത്ത് ആടുകയാണ്. ആ ആട്ടം കാണാൻ വേണ്ടി നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വീതിക്ക് ഇരുവശവും നിന്നുകൊണ്ട് നിരവധി പേരാണ് ഈ പുലികളിയെ സ്വാഗതം ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. അത്യന്തം ആവേശകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരടക്കമുള്ളവർ ഇതിന്റെ ഭാഗമായി തന്നെയുണ്ട്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. എന്തായാലും പുലി സംഘങ്ങളൊക്കെ തന്നെ പുലിമടയിൽ നിന്ന് ഇറങ്ങുക മാത്രമല്ല, അവർ ഈ ചെണ്ടയുടെ വന്യ താളത്തിനൊപ്പം ചുവടുകൾ വെച്ചുകൊണ്ട് ആളുകളെ ത്രസിപ്പിച്ച് മുന്നേറുകയാണ്. ആ കാഴ്ച കാണാൻ നിരവധി പേർ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരം സുന്ദര കാഴ്ചകളാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ചെണ്ടയുടെ വന്യതാളങ്ങൾക്കൊപ്പം ചുവടുകൾ വെച്ച് കുമ്പകുലുക്കി അരമണി കിലുക്കി ആ പുലിക്കൂട്ടങ്ങളൊക്കെ തന്നെ അണിനിരന്ന് മുന്നോട്ട് പോകുന്നു. രാവിലെ തന്നെ തുടങ്ങിയ ഈ ഒരുക്കങ്ങളാണ്. ഒരുക്കങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിലാണ് അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർ. കണ്ണും കാതും ഒക്കെ ഇപ്പോൾ തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിന്റെ ആവേശത്തിനൊപ്പം ചുവടുകൾ വെച്ച് കാണികൾ റോഡിന് ഇരുവശവും നിന്നുകൊണ്ട് ഈ പുലികളിയെ സ്വീകരിക്കുന്നു. ഈ പുലികളിക്ക് ആവേശം പകരാൻ, പുലികളിക്ക് മാറ്റുകൂട്ടാൻ നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ അത് ഉണ്ട്. ആ നിശ്ചല ദൃശ്യങ്ങളൊക്കെ വലിയ മിഴിവേകുന്നതാണ്, കണ്ണിന് കുളിർമയേകുന്നതാണ്. അത്തരം കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഏവരും തൃശ്ശൂരിലേക്ക് എത്തുന്നു. തൃശ്ശൂരിൽ നിന്ന് ആ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് അവർ മടങ്ങുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് പുലിമേളമാണ്. പുലിമേളത്തിനനുസരിച്ചാണ് ചുവടുകൾ വെക്കുന്നത്. അങ്ങനെ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകുന്ന പുലിക്കൂട്ടങ്ങൾ, വിവിധ തരത്തിലുള്ള പുലികളുണ്ട്. വരയൻ പുലികളുണ്ട്, അതോടൊപ്പം തന്നെ ഫ്ലൂറസന്റ്, വയലറ്റ്, നീല, പച്ച, അങ്ങനെ തുടങ്ങി നിരവധി വർണ്ണ വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അക്ഷരാർത്ഥത്തിൽ വലിയ ആവേശം പകരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കണ്ണും കാതും ഒക്കെ ഇന്ന് തൃശ്ശൂരിലേക്കാണ്. ആ കാഴ്ചകൾ കാണാൻ വേണ്ടി അവർ എത്തിക്കൊണ്ടിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നു, പ്രവാസികൾ വരുന്നു. മാത്രമല്ല വിവിധ മേഖലകളിൽ നിന്നടക്കം ഉള്ള ആളുകൾ ഒക്കെ തന്നെ ഈ തൃശ്ശൂരിലേക്ക് ഈ പുലികളി കാണാൻ വേണ്ടി എത്തുന്നു എന്ന് മാത്രമല്ല, പുലികളി സംഘങ്ങളിൽ തന്നെ അവരുണ്ട്. കാരണം നമ്മളിന്ന് കണ്ടു തൃശ്ശൂരിലുള്ളവർ മാത്രമല്ല, മറ്റ് തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട്. കൂടാതെ വിദേശത്ത് നിന്നടക്കം എത്തിയവർ പുലിവേഷം കെട്ടുന്നുണ്ട്. അതോടൊപ്പം വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമാകുന്നു, ഈ ആഘോഷത്തിന്റെ ഭാഗമാകുന്നു. ഇത് സാധാരണഗതിക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഈ അരച്ച പെയിന്റാണ് ദേഹത്ത് തേക്കുന്നത്. അങ്ങനെ ദേഹത്ത് തേച്ച് വിവിധ വർണ്ണങ്ങളൊക്കെ ആക്കി. അപ്പോൾ ഇതിനകത്തൊരു ഡെഡിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ കൊടുക്കുന്ന ഡെഡിക്കേഷന് തൃശ്ശൂർ നൽകുന്ന മറുപടിയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ അക്ഷരാർത്ഥത്തിലുള്ള ജനനിബിഡമായിട്ടുള്ള വീഥികൾ. അതായത് പുലികളി സംഘങ്ങൾ ആ കലയ്ക്ക് കൊടുക്കുന്ന ഡെഡിക്കേഷന് തൃശ്ശൂർ നൽകുന്ന, അല്ലെങ്കിൽ ലോകം നൽകുന്ന, അല്ലെങ്കിൽ ഏവരും നൽകുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് റോഡിന് ഇരുവശവും നിന്നുള്ള കാണികൾ. എന്തായാലും അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂര് ആവേശത്തിമിർപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. വർണ്ണവൈവിധ്യ കാഴ്ചകൾ, വർണ്ണശബളമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് തൃശ്ശൂരിനെ അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള പുലികളി ആണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃഷ്ടാന്തം, അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ തൃശ്ശൂരിൽ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നിശ്ചല ദൃശ്യങ്ങൾ, അതോടൊപ്പം കെട്ടുകാഴ്ചകൾ, ഇതൊക്കെ തന്നെ വലിയ മാറ്റുകൂട്ടുന്നതാണ് ഈ പുലികളിക്ക്. കഴിഞ്ഞ തവണ സംഘ
സംഘങ്ങൾ കുറവായിരുന്നു. ഇപ്രാവശ്യം 9 സംഘങ്ങളുണ്ട്. ആ 9 സംഘങ്ങൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലെത്തി. സ്വരാജ് റൗണ്ടിനെ വലം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അതൊരു ത്രസിപ്പിക്കുന്ന കാഴ്ച സമ്മാനിക്കുന്നു. ചെണ്ടയുടെ വന്യതാളങ്ങൾക്കൊപ്പം ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു കൗതുക കാഴ്ചയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉദ്വേഗഭരിതമായിട്ടുള്ള കാഴ്ചകളാണ്. കാരണം അരമണിക്കിലുക്കി, കുംഭകുലുക്കി, മുഖം മൂടിയുണ്ട്. കാരണം അടി മുതൽ മുടി വരെ, അല്ലെങ്കിൽ താഴെ മുതൽ മുകളിൽ വരെ പുലിയാണ്. പുലി ഓരോ വേഷങ്ങളും, അതായത് പുലിപ്പാതുകം, അതോടൊപ്പം ട്രൗസർ, കൂടാതെ അരമണി, പുലിമുഖം ഉദരത്തിൽ വരച്ചു ചേർത്തിരിക്കുന്നു. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അടി മുതൽ മുടി വരെ പുലിയാണ്. ആ പുലിക്കൂട്ടങ്ങളൊക്കെ തന്നെ ഗംഭീരമായിട്ടുള്ള ചുവടുകൾ വച്ച് സ്വരാജ് റൗണ്ടിലേക്ക് എത്തി. സ്വരാജ് റൗണ്ടിന് ചുറ്റും വലം വെച്ച് കൊണ്ടിരിക്കുമ്പോൾ ലോകം തൃശ്ശൂരിനെ നോക്കുകയാണ്. തൃശ്ശൂരിലേക്കാണ് കണ്ണും കാതും ഒക്കെ തന്നെ. ആ സുന്ദരമായിട്ടുള്ള കലാരൂപം ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുണ്ട്, ചരിത്ര പാരമ്പര്യമുണ്ട് ഈ പുലികളിക്ക്. അതിന് ഓരോ തവണ മുന്നോട്ട് വരുമ്പോഴും ഓരോരോ വൈവിധ്യങ്ങൾ, ഓരോരോ പുതിയ മാനങ്ങളും പുതിയ വേഷങ്ങളും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി വരികയാണ്. ഇപ്രാവശ്യം പുലിക്കുട ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഓരോ വ്യത്യസ്തതകളും ഒക്കെ ആവാഹിച്ചുകൊണ്ട് പുലികളി അങ്ങനെ മുന്നോട്ട് പോകുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് തൃശ്ശൂരിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഓരോ തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വർണ്ണങ്ങൾ അത് ദേഹത്ത് തയ്ക്കുന്നവർ, അതോടൊപ്പം വിവിധ ഇനത്തിലുള്ള ഓരോ പരീക്ഷണങ്ങളും ഒക്കെയായി തന്നെയാണ് ഓരോ തവണയും പുലികളി സംഘങ്ങളും ഒക്കെ ഇറങ്ങുന്നത്. അവരവരുടെ വെറൈറ്റികൾ, അവരുടെ വൈവിധ്യങ്ങൾ സസ്പെൻസായി ഈ സ്വരാജ് റൗണ്ടിൽ പുറത്തെടുക്കുകയാണ്. അത്തരം സസ്പെൻസാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. പുലിക്കുടയുണ്ട്, അങ്ങനെ ഓരോരോ വർണ്ണ വൈവിധ്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇതിനെയൊക്കെ തന്നെ ജനങ്ങൾ അത്യന്തം ആഹ്ലാദപൂർവ്വം, ആഘോഷപൂർവ്വം സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാഗനാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ്. ഇരുട്ടിൽ വെട്ടിത്തിളങ്ങുന്ന പുലികളെ നമുക്ക് കാണാം. നിശ്ചദൃശ്യങ്ങൾക്ക് പ്രകാശത്താൽ ഇങ്ങനെ തിളങ്ങുന്ന രസമുള്ള കാഴ്ചകളാണ്, അതിമനോഹരമായ കാഴ്ചകളാണ്. അരുൺ, ഷിനോജ്, ഹിമ, ലിഷോയൊക്കെ തുടരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ ഫ്ലോട്ടുകൾ കാണാൻ കഴിയുന്നുണ്ട്? എന്തൊക്കെയാണ് ഓരോ ദേശവും പങ്കുവയ്ക്കുന്ന കാഴ്ചകൾ? ലിഷോയ്, പുലികളിതാ കുടവേറൊക്കെ കുലുക്കി, അരമണി കിലുക്കി, ഇങ്ങനെ ആവേശത്തോടെ ചുവട് വെച്ച് മുന്നോട്ട് പോവുകയാണ്. ഇരുട്ട് വീണതോടുകൂടി കൂടുതൽ ഭംഗിയുള്ള കാഴ്ചകൾ പുലിക്കളി സംഘങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു. താളമേളങ്ങൾക്കൊപ്പം ചുവട് വെച്ച് അവരിങ്ങനെ നീങ്ങുന്നു. അതിനൊപ്പം ഇരുവശങ്ങളിൽ നിന്നും ആളുകളുടെ ആഹ്ലാദാരവങ്ങൾ. ഓണാഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള തൃശ്ശൂരിലെ പരിപാടി എന്നത് പുലിക്കളി തന്നെയാണ്. അത് എല്ലാ കൊല്ലവും ആഘോഷപൂർവ്വം നടത്തുന്നതാണ്. ഇത്തവണ കൂടുതൽ മിഴിവോടുകൂടി പുലിക്കളി സംഘങ്ങളെ അണിനിരത്താനും അതിനോടനുബന്ധിച്ചുള്ള ഫ്ലോട്ടുകൾ നിർമ്മിക്കാനുമൊക്കെ ഓരോ ദേശക്കാരും വളരെ ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഏറ്റവും മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ കാണാനും കഴിയുന്നത്. ദൂരം കഴിഞ്ഞാൽ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിനെ മുഴുവൻ അടിമുടി എന്താ പറയുക, ആവേശത്തിൽ മുക്കുന്ന ഒരു ഇവൻ്റായി പുലിക്കളി മാറിയിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില ദൃശ്യങ്ങളൊക്കെ എല്ലാ ദേശക്കാരും ഒന്നിനൊന്ന് മികച്ചത് എന്ന നിലയിൽ ഒരുക്കിയിട്ടുണ്ട്. ലിഷോയ്, കേൾക്കാമെങ്കിൽ ഇതൊക്കെ കാഴ്ചകളുണ്ട് ഇപ്പോൾ കൺമുന്നിൽ. അതായത് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വെളിയന്നൂർ ദേശമായിരുന്നു കുറച്ച് മുമ്പ് ഇവിടെ നിന്നും പുലിക്കളി കഴിഞ്ഞ് മുന്നോട്ട് പോയത്. ഇനിയിപ്പോൾ വെളിയന്നൂർ ദേശത്തിൻ്റെ പ്ലോട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഈ വെളിയന്നൂർ ദേശത്തിൻ്റെ തന്നെ 2 പ്ലോട്ടുകളാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കടന്നു പോകാനുള്ളത്. ഇനി തുടർന്ന് വരാനുള്ളത് സീതാറാമിൽ ദേശം വരാനുണ്ട്. അതുപോലെ തന്നെ ചക്കാമുക്ക് ദേശം അല്പസമയം മുമ്പ് പോയി, ശങ്കരൻകുളങ്ങര ദേശം പോയി. ഇവിടെ നിന്നും അതായത് MG റോഡ് കടന്ന് ഈ CMS കോളേജ്, CMS സ്കൂൾ പരിസരത്ത് നിന്ന് ഇപ്പോൾ ഈ ദേശങ്ങളൊക്കെ തന്നെ പോയിട്ടുണ്ട്. ഇനി വരാനുള്ളത് യുവജന സംഘം വിയ്യൂർ ഇതുവഴി വരാനുണ്ട്. കൂടാതെ കുട്ടൻകുളങ്ങര ദേശവും വരാനുണ്ട്. അങ്ങനെ കുറച്ച്, അതായത് ഏകദേശം 4ഓളം പുലിക്കളി സംഘങ്ങളാണ് ഇനി ഇതുവഴി വരാനുള്ളത്. എന്തായാലും അതിൻ്റെയൊക്കെ ഈ പ്രത്യേകതകളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ തന്നെ കാണാനായി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും വലിയ തോതിലുള്ള ഒരു ജനക്കൂട്ടം തന്നെ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലതരത്തിലുള്ള പ്ലോട്ടുകളുണ്ട്. ആ പ്ലോട്ടുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ ഉള്ള വന്യജീവി ആക്രമണങ്ങളും അതുപോലെ തന്നെ ഈ ലഹരിയുടെ അതിഭയങ്കരമായ കടന്നുകയറ്റവും ഒക്കെ തന്നെ ഈ പ്ലോട്ടുകളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ആശയമായി വെക്കുന്നു. അതിനോടൊപ്പം തന്നെ പുരാണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിരവധി പ്ലോട്ടുകൾ എല്ലാ
ദേശത്തിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വെളിയന്നൂർ ദേശത്തിൻ്റെ പ്ലോട്ടാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിലുള്ള പ്ലോട്ടുകളൊക്കെ തന്നെ ഇനി കടന്നു പോകുന്നു. തൊട്ട് പുറകിൽ മറ്റ് ദേശങ്ങളും അത് ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതായത് ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകിൽ വരുന്ന ശകരംകുളങ്ങര ദേശമാണെന്ന്, ശകരംകുളങ്ങര ദേശമല്ല, കുട്ടംകുളങ്ങര ദേശമാണ് ഇതിന് പുറകിൽ വരുന്നത്. എന്തായാലും ഇനിയും ഒരുപാട് പുലിക്കളി സംഘങ്ങൾ എത്താനുണ്ട്. 51 പുലികൾ വീതമാണ് ഓരോ സംഘത്തിലും ഉള്ളത്. എന്തായാലും ആ സംഘത്തിനെയൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാലാണ്, എല്ലാവരും വന്ന് പോയി കഴിഞ്ഞാലാണ് എല്ലാ കാഴ്ചകളും കണ്ട് ഇവിടെ നിന്ന് സന്തോഷത്തോടു കൂടി മടങ്ങാൻ സാധിക്കും. എന്തായാലും ഹിമ, ഓരോ വെറൈറ്റികൾ ഓരോ ടീമും കാത്തുവച്ചിട്ടുണ്ട്. ആ കാത്തുവച്ചത് എന്താണെന്ന് കാണാൻ വേണ്ടി നമ്മൾ ഇതാ ഇവിടെ വലിയ ആവേശത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആക്കണമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ഇനി വിയൂർ ദേശം വരാനുണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും ശക്തരുള്ള ഒരു ടീം കൂടെ അപ്പോൾ അവശേഷിക്കുന്നുണ്ട്. അതെ, കഴിഞ്ഞ തവണത്തെ 1ാം സ്ഥാനക്കാരാണ് വിയൂർ ദേശം. വിയൂർ ദേശത്തിന് പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. വിയൂർ യുവജന സംഘത്തിന്റെ പുലിക്കളിക്ക് ഇത്തവണ പുലികൾക്കൊക്കെ തന്നെ, എല്ലാ പുലികൾക്കും 51 പുലികൾക്കും വാല് നൽകിക്കൊണ്ടാണ് വിയൂർ യുവജന സംഘം, അതായത് എല്ലാ പുലികൾക്കും വാലുള്ള പുലികളാണ് വരുന്നത്. സാധാരണ നമ്മൾ പുലികളിക്ക് കാണാറുള്ള വാലില്ലാത്ത പുലികളാണ്. ഈ കഴിഞ്ഞു പോയ എല്ലാ സംഘങ്ങളുടെ പുലികളിലും വാലില്ല. ആകെ അയ്യന്തോളിൽ മാത്രം 1-2 പുലികൾക്ക് മാത്രം വാലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പുലിയുടെ കൈകൾ, ആ കൈയിൽ നിന്ന് കൃത്യമായി നഖങ്ങൾ പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള ഒരു കയ്യുറയൊക്കെ തന്നെ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ വിയൂർ സംഘം വരുന്നത്. അതുപോലെ തന്നെ പുലികൾക്കുള്ള പാതുകവും അതും ഒരു വെറൈറ്റി ആയി തന്നെയാണ് വിയൂർ സംഘം എത്തിയിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ പുലി വേഷത്തിൽ തന്നെ ഒരു വ്യത്യസ്തമായാണ് വിയൂർ സംഘം വരുന്നത്. വിയൂർ സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല, അധികം വൈകാതെ തന്നെ എത്തും.